സുൽത്താൻ ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി സാന്നിധ്യം. സെയിന്റ് ജോസഫ് സ്കൂളിന് സമീപത്തുള്ള വഴിയിലാണ് പുലിയെ കണ്ടത്. കൽപ്പഞ്ചേരി സ്വദേശി മുഹമ്മദ് ആരിഫ് പകർത്തിയ പുലിയുടെ ദൃശ്യം 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് ഒരുപക്ഷെ ഇത്രയും അടുത്ത് ഇങ്ങനെ ദൃശ്യം ലഭിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു യാത്രക്കാരൻ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് ഈ രീതിയിൽ ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. പുലി അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പുലി തന്നെയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? ഈ തിരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഈ രാത്രി സമയത്ത് അവിടെ? പ്രജിൻ, തീർച്ചയായും ഇത്തരം ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. നേരത്തെ CCTV-യിൽ ഈ കോട്ടക്കുന്ന് ഭാഗത്ത് പോൾ മാത്യൂസിന്റെ CCTV-യിൽ ഈ ദൃശ്യം നിരവധി തവണ പതിഞ്ഞിരുന്നു. അത് 4 തവണ വന്നു, അതിൽ 3 തവണ ഈ ദൃശ്യങ്ങൾ ലഭിച്ചു. എന്തായാലും ഈ പുലി അവിടെ തന്നെയുണ്ട്, അതായത് ബത്തേരി നഗരം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ചീരാൽ റോഡാണ്, അതായത് ഊട്ടിയിലേക്ക് പോകുന്ന റോഡ്. അവിടെ സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്, അതിനടുത്ത് ഒരു വഴിയുണ്ട്, ചെറിയ വഴിയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഈ കൽപ്പഞ്ചേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ആരിഫുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം വരുമ്പോൾ പൊടുന്നനെ ഇതൊരു മതിൽ കടന്ന് ചാടുന്നതാണ്. ആ ദൃശ്യത്തിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഞാനിപ്പോൾ ഈ വാർത്ത നൽകുന്ന സമയം തന്നെ സുൽത്താൻ ബത്തേരിയുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഞാനും അംഗമാണ്. ആ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ആളുകളുടെ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. അതിൽ ഒട്ടുമിക്ക ജനപ്രതിനിധികളടക്കമുള്ള ഒരു വിപുലമായ 1000-ൽ താഴെ അംഗങ്ങളുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ആ ചർച്ച നടക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടമാകുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. നേരത്തെ ഈ പോൾ മാത്യൂസിന്റെ വീടിന് സമീപം കൂട് സ്ഥാപിച്ചിരുന്നു. അതിൽ കോഴികളെ വെച്ചുകൊണ്ടാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ആ കൂട്ടിലേക്ക് വീഴുന്നില്ല. ഇതിന്റെ തൊട്ട് അടുത്തുള്ള പരിസര പ്രദേശം എന്ന് പറയാൻ കഴിയില്ല, മറുഭാഗമാണ്, അതായത് കോട്ടക്കുന്നിന്റെ മറുഭാഗമാണ് ഈ ചീരാൾ റോഡ്. ആ പരിസര പ്രദേശങ്ങളിൽ, ആ മേഖലയിലെല്ലാം തന്നെ ബത്തേരി നഗരം കേന്ദ്രീകരിച്ച് തന്നെ ഈ സാന്നിധ്യം പുലിയുടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നേരത്തെ നടത്തിയിരുന്നതാണ്, പക്ഷേ അങ്ങനെ കാണുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം രാത്രിയിൽ മാത്രം ഈ പുലി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം പ്രത്യേകിച്ച് ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ആണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ആകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആദ്യം ഈ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ 9-ാം തീയതിയാണ്. അന്ന് 2 കോഴികളെ ഈ പോൾ മാത്യൂസിന്റെ വീട്ടിൽ നിന്ന് പിടികൂടി. അതിനുശേഷം 5 ദിവസത്തിന് ശേഷം 13-ാം തീയതി വീണ്ടും പുലി എത്തി. ഇതിനിടയിൽ CCTV വെച്ചിരുന്നു. ആ CCTV-യിലാണ് ആദ്യഘട്ടത്തിൽ ആ ദൃശ്യം കിട്ടിയത്. ഈ 13-ന് ശേഷം 18-ാം തീയതി വന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വന്നു. അങ്ങനെ ഈ 18-ാം തീയതി വന്ന ഘട്ടത്തിൽ 7 കോഴികളെ കൊന്നിരുന്നു. ഇതിനുശേഷം ആണ് ഇപ്പോൾ ഈ കൃത്യമായ രീതിയിലുള്ള ദൃശ്യം പുറത്ത് വരുന്നത് എന്നുള്ളതാണ്. മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന അദ്ദേഹം പകർത്തിയ ദൃശ്യമാണ്. ആ ദൃശ്യം കൃത്യമായ രീതിയിൽ തന്നെ പുലി ചാടിപ്പോകുന്ന, അതായത് ഒരു മതിൽ കടന്ന് അത് ചാടിപ്പോകുന്ന ദൃശ്യമാണുള്ളത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി സുൽത്താൻ ബത്തേരിയിൽ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് ആശങ്കയായി നിലനിൽക്കുന്നത്. പ്രജിൻ, സുജിത്ത്, ഈ ദൃശ്യങ്ങൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം ഇത്രയും വളരെ അടുത്തു നിന്നാണ്, ഈ കാറിൽ നിന്നാണെന്ന് തോന്നുന്നു പകർത്തിയതെന്ന് മനസ്സിലാവുന്നു മൊബൈൽ ഫോണിൽ. ഈ പകർത്തിയ ആളെ സുജിത്ത് ബന്ധപ്പെട്ടിരുന്നപ്പോൾ എന്താണ് പറഞ്ഞത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യമാണല്ലോ. കാരണം മുന്നിലുള്ളതൊരു പുലിയാണ്, അതും ഒത്ത വലിപ്പമുള്ളൊരു വലിയ പുലി. അത് ഈ പറയുന്ന പോലെ മതിലിന് മുകളിലൂടെ നടന്ന് വളരെ സാവധാനം നടന്ന് ഈ വലിയ എന്താണ് പറയുക, ഞെട്ടലൊന്നും ആ പുലിക്കില്ല. ഈ ലൈറ്റ് അടിക്കുമ്പോഴും അത് കൂളായി മതിലൂടെ നടന്ന് പിന്നീട് തൊട്ടപ്പുറത്തൊരു പറമ്പിലേക്ക് ചാടി പോന്നിട്ടാണ്. ഈ പറമ്പ് ഒക്കെ എന്താണിത്? വീട്ടുപറമ്പാണോ? തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റു വാഹനങ്ങൾ പോകുന്നത് കാണാം. അതായത് റോഡിനോട് സമീപത്താണ് ഈ പുലി ഉണ്ടായത്. ഈ പുലി സാന്നിധ്യം എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ കൂടൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ് സുർജിത്തെ? പ്രജിൻ, ഈ കൂട് സ്ഥാപിച്ചത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. അതായത് മൈസൂരു റോഡ്, മൈസൂരുവിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ദേശീയപാതയുണ്ട്. ആ ദേശീയപാതയോർത്താണ് ഈ പോൾ മാത്യൂസിന്റെ വീട്. കോട്ടക്കുന്ന് ഒത്ത നഗരം തന്നെയാണ്, ബത്തേരിയുടെ ഒത്ത ടൗൺ തന്നെയാണ്. അവിടെ തന്നെയാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. 9-ാം തീയതി മുതലാണ് ഇത് കാണാൻ തുടങ്ങുന്നത്. പക്ഷേ ഇത് നേരത്തെ, അതായത് ഏതാണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ നേരത്തെ ഈ ബത്തേരിയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയുണ്ട്. ആ വഴിയിൽ
ഒരു മത വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിന് സമീപത്ത് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV ദൃശ്യത്തിൽ ഈ പുലി കുടുങ്ങിയതാണ്. ആ പുലി തന്നെയാണ് ഈ പുലി എന്നുള്ള സംശയമാണുള്ളത്. കാരണം ഇതെല്ലാം തന്നെ ബത്തേരി നഗരമാണ്. ബത്തേരി നഗരം എന്ന് പറയുന്നത് ആ നഗരം കേന്ദ്രീകരിച്ചാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതായത് അവിടെ നിന്നും പിന്നീട് ഒരുപക്ഷെ ഈ കോട്ടക്കുന്ന് ഭാഗത്തേക്ക് വന്നതാകാം. കോട്ടക്കുന്നിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് ചീരാൽ റോഡ് എന്ന് പറയുന്ന, അതായത് ഈ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന റോഡാണ്. രണ്ടും ഒരു സമാന്തരമായി കിടക്കുന്ന റോഡാണ്. ആ റോഡിനടുത്ത് സെന്റ് ജോസഫ് സ്കൂളുണ്ട്. അതിന്റെ തൊട്ട് അടുത്തായി ഒരു പാതയുണ്ട്. അതായത് ഒരു ഇടുങ്ങിയ പാതയാണ്. ആ പാതയിലൂടെ വാഹനത്തിലൂടെ കാറിലൂടെ പോകുമ്പോഴാണ് മുഹമ്മദ് ആരിഫിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മതിലിലൂടെ നടന്നു പോകുന്ന വിധത്തിൽ ഈ പുലിയെ കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് അത് പകർത്തുകയായിരുന്നു, ആ ദൃശ്യം പകർത്തുകയായിരുന്നു. എന്തായാലും ആ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം അത് കുറച്ച് കൂടി വരികയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലായി കൂടി വരികയാണ്. കാരണം ഈ രാത്രിയിൽ ഇറങ്ങുന്ന പുലി ഏതെങ്കിലും തരത്തിൽ ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിയാൽ അത് അപകടമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം അത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു നഗരം കൂടിയാണ് ബത്തേരി നഗരം. രാത്രിയിലൊക്കെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുലി ഇറങ്ങുന്നത് അത് ഭീഷണിയാകുമോ ജീവനെ എന്നുള്ള ഉൾപ്പെടെയുള്ള ഭയം ആളുകളെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്, പുലിയുടെ ഒരു അത് ചാടി പോകുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ആശങ്ക പ്രകടമാകുന്ന തരത്തിലേക്ക് പുലിയുടെ സാന്നിധ്യം ഈ ബത്തേരി നഗരത്തിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നത്. നേരത്തെ നഗരസഭാ ചെയർമാൻ TK രമേശ് ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ കൗൺസിലേഴ്സും എല്ലാവരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിക്കുന്ന സമരം വരെ നടത്തിയിരുന്നു. അവരാദ്യം കൂട് വെക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ച് ഒരു കത്ത് നൽകി. പക്ഷെ കൂട് വെക്കാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ വനംവകുപ്പ്. ഇതിനെതിരെ വലിയൊരു സമരം രൂപപ്പെട്ടു. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് സ്ഥാപിച്ചത്. പക്ഷേ കൂട്ടിലേക്ക് പുലി കയറുന്നില്ല. ഇപ്പോൾ നിലവിൽ അത് വീണ്ടും അതിന്റെ കോട്ടക്കുന്നിന്റെ മറുഭാഗമായ ചീരാൽ റോഡിലൂടെ സഞ്ചരിക്കുന്നു. അത് ആ മേഖല കേന്ദ്രീകരിച്ച് ഈ പുലിയുണ്ട്. എന്തായാലും തോട്ടങ്ങൾ ഉൾപ്പെടെ ഈ വെട്ടാത്തൊരവസ്ഥയുള്ള തോട്ടങ്ങളുണ്ട്. ഇവിടെയൊക്കെ ആകാം ഇത് പതുങ്ങിയിരിക്കുന്നത് എന്നുള്ള സംശയമാണുള്ളത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയാണ്. ആ ആശങ്ക നിലനിൽക്കുന്നു. പ്രജിത്ത്, വ്യക്തമാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൽപ്പഞ്ചേരി സ്വദേശി മുഹമ്മദ് ആരിഫ് പകർത്തിയ പുലിയുടെ ദൃശ്യമാണ് ഇപ്പോൾ 24ലൂടെ പ്രേക്ഷകർ കണ്ടത്. അത് സുൽത്താൻ ബത്തേരി നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പുലി ഇപ്പോഴും ഉള്ളത് എന്ന് തെളിയിക്കുന്നതാണ്. സെയിന്റ് ജോസഫ് സ്കൂളിന് മുകളിലൂടെ അവിടെ മതിലിന് മുകളിലൂടെ പുലി നടക്കുന്നു. പിന്നീട് ഒരു പറമ്പിലേക്ക് ചാടിപ്പോകുന്നതും കാണാൻ കഴിയുന്നു ഈ ദൃശ്യങ്ങളിൽ. ഒപ്പം തന്നെ യഥേഷ്ടം ഭക്ഷണം അത് ഈ പറഞ്ഞ വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ കൃത്യമായി കിട്ടുന്നത് കൊണ്ടാണ് പുലി ഈ മേഖല വിട്ടു പോകാത്തത് എന്നാണ് സംശയിക്കേണ്ടത്. പക്ഷേ കൂട് സ്ഥാപിച്ചത് മറ്റൊരിടത്താണ്. അതിൽ വനംവകുപ്പ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.